എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ആകും ഒന്നുമല്ല. വരട്ടേന്നേ, വിമർശിക്കട്ടേന്നേ, നമുക്ക് എന്നാന്നേ വിമർശനം, നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. അവര് ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടേന്ന്, കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രേണുസുതിയെ കുറിച്ചിട്ടും ഇപ്പോഴും നടക്കുന്ന വിവാദത്തെ കുറിച്ചിട്ടും ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. രേണുസുതിക്ക് നല്ലത് വല്ലതും പറഞ്ഞു കൊടുത്താൽ നമ്മൾ നെഗറ്റീവ് ഓളിയായി അമ്മാവനായി ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം, വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറക്കരുത്, ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്തേക്ക്, നടക്കട്ടെ വല്ലതൊക്കെ കാണട്ടെ. ഓക്കെ, റീസെന്റ് രേണുസുതി ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ആ സിനിമയുടെ പൂജയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അവിടെ പോയി ബൈറ്റുകളും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽപ്പെട്ട് ഡോക്ടർ രജിത് കുമാർ ഒരു വാക്ക് പറയുന്നുണ്ടായിരുന്നു. രേണുസുതിക്ക് കൊടുത്ത ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ അടിപൊളി ഉപദേശം എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനത്തെ രീതിയിൽ നല്ലപോലെ കൊടുക്കേണ്ട സ്ഥലത്ത് വച്ച് വച്ചിട്ട് തന്നെയാണ് അങ്ങനെ പോയിട്ടുള്ളതെന്ന് തന്നെ ഞാൻ പറയും. നമ്മളെ പോലുള്ളവർ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും വിലയില്ല. എല്ലാവർക്കും അല്ല, കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ കുറെ പേര് സപ്പോർട്ട് ചെയ്യാതെ അവരുടേതായ അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടെ ഷക്കീലെ എക്സ്പോസ് ചെയ്തും കൊണ്ട് അല്ലെങ്കിൽ വേറെ അവരുടെ ഇഷ്ടത്തിന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്നും പറയത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ആ കണ്ണിലാ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിൽ ഒരു നടി ആ ഒരു സെറ്റപ്പിൽ അവരെ കണ്ടിട്ടുണ്ട്. ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല, അവരെന്തെങ്കിലും തേങ്ങയിലും കാണിക്കട്ടെ, ഇവരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചാൽ മതിയെന്ന് ആ ഒരു സെറ്റപ്പിലാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ രേണുസുതിയെ മലയാളികൾക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധിച്ചേട്ടനോടുള്ള സഹതാപമാണ് രേണുസുതിയോടും മക്കളോടും സ്നേഹമായി മാറിയത്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും മലയാളികൾക്ക് രേണുസുതിയെ അതുപോലത്തെ എക്സ്പോസീവോ അതുപോലത്തെ വൾഗാരിറ്റി നിറഞ്ഞ രീതിയിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതാണ് അതിന്റെ വാസ്തവം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇവിടെ എത്രയോ പേര് എക്സ്പോസീവായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും പേഴ്സണലി എനിക്ക് താല്പര്യമില്ല, എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ വിമർശനങ്ങൾ വരാറില്ല, ചർച്ചാ വിഷയമാകാറുമില്ല. ഇവിടെ സ്വപ്ന സുരേഷ് അടക്കം അല്ലെങ്കിൽ ഡോക്ടർ രജിത് കുമാർ അടക്കം രേണുസുതിയെ വന്ന് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആർക്കും അവരെ ആ രീതിയിൽ കാണാൻ താല്പര്യമില്ല. മലയാളികൾക്ക് പ്രത്യേകിച്ച് അവരുടെ അടുത്തും അവരുടെ കുടുംബത്തിന്റെ അടുത്തും ഒരു സ്നേഹവും സഹതാപവും ഉണ്ട്. അത് അവരായിട്ട് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ നെഗറ്റീവ് റീച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ചാൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോഴും ചാൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഓരോ ഫോട്ടോഷൂട്ടും ചെയ്ത് നാട്ടുകാരുടെ വെറുപ്പ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ട് പോലും കാണത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായി തീരുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അമ്മയുടെ പൂജയ്ക്ക് വന്ന സമയത്ത് അവിടെ കുറച്ച് ബൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു അഹങ്കാരം ഫീൽ ചെയ്യുന്നുണ്ട് വർത്തമാനത്തിലൊക്കെ. നല്ലതാ, കേട്ടു നോക്കാം. അതുകൊണ്ടിരിക്കുന്നത് പുതിയ ചെയ്യുന്നുണ്ട്, ദേവത എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്നുണ്ട്. ഇത് ചേഞ്ച് അതുപോലെ തന്നെ ഇപ്പം കുറേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് മറ്റേ നമ്മുടെ സ്വപ്ന സുരേഷ് ചേച്ചിയുടെ ഒരു സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന്, ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാരണം ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ. സ്വപ്ന സുരേഷ് പറഞ്ഞത് മലയാളക്കാരെ മൊത്തം അറിഞ്ഞു. അതിൽ സ്വപ്ന സുരേഷിന് നെഗറ്റീവ് ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്ത് സ്വപ്ന സുരേഷിനെ കുറെ പേര് അടിച്ചമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിന്റെ താഴെ തന്നെ. അങ്ങനെ കേരളം മൊത്തം അറിഞ്ഞ ഒരു വിഷയമാണ് സ്വപ്ന സുരേഷ് രേണുസുതിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി രേണുസുതി മാത്രം അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരു കഴമ്പും തോന്നുന്നില്ല. അപ്പം എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് ഞാൻ എന്നും പറയുന്ന പോലെ ഇപ്പൊ നേരത്തെ ഒരിടയ്ക്ക് പ്രതികരിക്കുമായിരുന്നു, ഇപ്പൊ അത് ഒന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ നെഗറ്റീവ്സിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല. നമ്മളെ മിണ്ടാതിരിക്കുക. സന്തോഷം. സൂചേട്ടൻ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ സൂചേട്ടൻ കാണിച്ചു തന്ന വഴിയായിരിക്കാം ഇത്. ഇതാ സൂചിച്ചേട്ടൻ കാണിച്ചു കൊടുത്ത വഴി, ആടി പൊളി വഴി. ഇതാണ് വഴിയെങ്കിൽ അവസാനം പെരുവഴി ആവാതിരുന്നാൽ മതി. ഞാൻ ഒരു കാര്യം നേരത്തെയും പറയാറുണ്ട്, ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് സുധിച്ചേട്ടന്റെ പേരെടുത്ത് ഇടരുതെന്ന്. സുധിച്ചേട്ടൻ കാണിച്ചെന്ന വഴിയെന്ന് സുധിച്ചേട്ടൻ പറഞ്ഞിട്ട് പോയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. എന്തു പറയണോ, ഇതൊക്കെ വളരെ മോശമാണ്, ഇങ്ങനെയൊന്നും വന്ന് പറയരുത്, അങ്ങേരുടെ പേരിനെയും കൂടി കളങ്കപ്പെടുത്തരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. ആൾക്കാർ നമ്മളൊന്ന് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നെഗറ്റീവാണ്, നെഗറ്റീവ് എനർജി എന്നുള്ളൊരു ധാരണ, എന്നുള്ളൊരു ചിന്താഗതി ആദ്യം മാറ്റണം. ഒരാള് മോളെ നീ ചെയ്യുന്നത് ശരിയല്ല, ഇത് മോശമാണ്, നിനക്ക് ചേരുന്നില്ല, നീ ഇങ്ങനെ നടക്കേണ്ടവളല്ലെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ നെഗറ്റീവ് എനർജിയാണ്, അവർ പറയുന്നത് നെഗറ്റീവാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ട. അത് പറയുന്നത് ശരിയാണോ, അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ രേണു ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും കൊള്ളാം. സുധിച്ചേട്ടൻ കാണിച്ചു കൊടുത്ത വഴിയാണ് ഈ വഴി, പെരുവഴിയാവാതിരുന്നാൽ മതി.
സുധിച്ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് ജയിച്ചിട്ട് നടക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു എന്നുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ സുചേട്ടനാണ് എൻ്റെ കൂടെ ഇതെല്ലാം ചെയ്തു തരുന്നെന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. അതെ, അതൊരു അദൃശ്യ ശക്തിയായിട്ട് തന്നെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുപോലൊക്കെയുള്ള വലിയ വലിയ സിനിമകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നത്. അത് ഒരുപാട് സന്തോഷം. ഡയറക്ടേഴ്സിനൊക്കെ ഒരുപാട് നന്ദി. ഓക്കെ, സുധിച്ചേട്ടൻ കാണിച്ചു തന്ന വഴിയാണെന്ന് രേണു തന്നെ പറയുന്നുണ്ട്. സിനിമയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ നിങ്ങൾ കുറെ ഫോട്ടോഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഒരു കല്യാണ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ വന്നാൽ മതി, ഇന്റർവ്യൂവിൽ കാണാം, ഇങ്ങനെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അന്ന് നിങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചു. അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഫോൾട്ടുകളാണ്. അപ്പം നിങ്ങൾ ഈ ഡ്രസ്സിന്റെ കേസിൽ മാത്രമല്ല ഒരുപാട് ഉടായ്പകൾ കാണിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് റീച്ച് ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. താൽക്കാലികം മാത്രം, ഇന്നും എഴുതി ഒപ്പിട്ട് വെച്ചോ, താൽക്കാലികം മാത്രം. നാളൊരു കാലത്ത് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യൻ പോലും സഹായിക്കാത്ത, ഒരു മനുഷ്യൻ പോലും ഒരു സ്നേഹവും സഹതാപവും കാണിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഫോട്ടോഷൂട്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുമല്ലോ. അങ്ങനെയാണ് ഫോട്ടോഷൂട്ടിന് നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ക്ഷണിച്ചത്. സാധാരണ എൻ്റെ ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറോ ആണ് ക്ഷണിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം. അപ്പം നമ്മളോട് പറയും, ആർട്ടിസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്ഥലവും ലൊക്കേഷനൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചെല്ലും, ഫോട്ടോഷൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇതുവരെ. എനിക്ക് എൻ്റെ കംഫോർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കംഫോർട്ട് ഞാൻ ചെയ്യും. കംഫോർട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും, അത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യും. അതെൻ്റെ ഇഷ്ടമാണ്. അത് ഞാനും ഒരു ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം. സുധിച്ചേട്ടൻ കാണിച്ചെന്ന വഴി എന്നല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് നിങ്ങളുടെ തീരുമാനമാണ്. അതിൽ ആർക്കും കൈകടത്തേണ്ട കാര്യമില്ല. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അഭിപ്രായം പറയും. അതിനെ നെഗറ്റീവാക്കി മാറ്റുന്ന ഒരു ചിന്താഗതി മാറ്റുക. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തെറിയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തെറി വർത്തമാനങ്ങളോ മോശം വർത്തമാനമോ പറഞ്ഞാൽ മാത്രമാണ് അതൊരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായമാണെങ്കിൽ നെഗറ്റീവാക്കി മാറ്റുന്ന ഈ ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. മാറ്റിയില്ലെങ്കിൽ ശരിയാവൂല. വ്യക്തി സ്വാതന്ത്ര്യം ഉള്ള ആളാണ്. സോ എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇടും. അത് എൻ്റെ കംഫോർട്ടാണ്. അതിപ്പം മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെ പറ്റി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതൊരു ഫോട്ടോഷൂട്ടാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പം എന്തിടണം, എന്ത് ഇടാതിരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, എല്ലാം തികച്ചും നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട് ഒരുപാട് അമ്മമാര്. അതാണ് ഞാൻ ഏറ്റവും നിങ്ങളിൽ കണ്ട ഒരു പോസിറ്റീവ് എനർജി. നിങ്ങളായിട്ട് പക്ഷെ അത് കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്ന ഒരുപാട് അമ്മമാര് സ്നേഹിക്കുന്നുണ്ട്. സുധിച്ചേട്ടനോടുള്ള സഹതാപം മലയാളികൾക്ക് മൊത്തം നിങ്ങളടുത്ത് അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ചറിയത്തില്ല ഇവിടെ ഒരു മലയാളികളും. എന്തിന്? കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടപ്പോഴാണ് ആള് ഫേമസ് ആയത്, കേരളക്കാരെ മൊത്തം അറിഞ്ഞത്. ജീവിച്ചിരുന്ന സമയത്ത് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടാത്ത സഹതാപവും സ്നേഹവും രേണുവിന്റെ മക്കൾക്കും ആ ഒരു സ്നേഹവും സഹതാപവും മലയാളികൾ മൊത്തം കൊടുത്തു. പക്ഷെ അതിനെ ഒരു നിമിഷം കൊണ്ട് തകിടം മറിച്ച് തകർത്ത് പൊളിച്ചെറിഞ്ഞു പോകുന്നത് പോലെയാണ് രേണു ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്. അത് കാലക്രമേണ രേണുവിന് തന്നെ മനസ്സിലാവും. ഇന്ന് നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കൂടെ ഉണ്ട്. ആരായിക്കോട്ടെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചുറ്റും നിൽക്കുന്ന ആൾക്കാർ തന്നെ നെഗറ്റീവിലൂടെ ആയാലും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ ആൾക്കാർ. നാളെ നിങ്ങൾക്കൊരു പണി കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ഈ അമ്മാവന്മാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇനി ഡോക്ടർ രജികുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രേണുവിന് എന്നിട്ട് നല്ല പോലെ കൊടുക്കുന്നുണ്ട്, കണ്ടുപോകാം. എന്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടി നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ആകും. ഒന്നുമില്ല, ഇവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പടം ഇറക്കിയതല്ല, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ അടുത്ത സുഹൃത്താണ്. ഒത്തിരി പ്രോഗ്രാം ചെയ്യും. അല്ലെ, അങ്ങനെ സുധി എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. നമ്മുടെ കൊച്ചിന്റെ വയറ്റത്തടിക്കുക. നല്ലപോലെ അടിപൊളിയായിട്ട് പറയേണ്ട കാര്യം രണ്ടു വാക്കില് രജികുമാർ എന്ന് പറയുന്ന വ്യക്തി നിർത്തിയിട്ടുണ്ട്. രേണുവിന്റെ മോന്ത തന്നെ അവിടെ ഒരുമാതിരി ഒന്ന് മങ്ങിയായിരുന്നു, അതും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ കൊടുക്കേണ്ട സാധനം അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെ കമന്റ്സ് ഞാൻ ഒന്ന് വായിക്കാം. ഉള്ള സത്യം സാർ തുറന്നു പറഞ്ഞു. രജിത് സാർ പറഞ്ഞതിന് മീനിങ് നാളെ ഒരിക്കലും മനസ്സിലാവും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, നല്ലത് വരട്ടെ മോളെ നിനക്ക്.
ഇതിന്റെ മോന്ത ഇങ്ങനെ കാണിക്കല് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് ഏതോ വേട്ടവാളിയെ. നല്ല മറുപടി, സ്നേഹമുള്ള ഉപദേശം. നൈസായിട്ട് അയാൾ കാര്യം അവതരിപ്പിച്ചു. സത്യം ഉള്ള കാര്യം അങ്ങേര് തുറന്നു പറഞ്ഞു. നാളൊരു കാലത്ത് നിങ്ങൾ നെഗറ്റീവായിട്ട് ഈ ഉണ്ടാക്കിയ റീച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് നിങ്ങൾക്ക് നാളെ ഒരു കാലത്ത് മനസ്സിലാവും. ഇന്ന് ഈ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഫെയിം കൊണ്ട് ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലാവും. കാത്തിരുന്നാൽ മാത്രം മതി, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. വരട്ടേന്നേ, വിമർശിക്കട്ടേന്നേ, നമുക്ക് എന്നാന്നേ വിമർശിച്ചു. നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. ഒരു ജോലിയാക്കി എടുക്കുന്ന ആൾക്കാരുണ്ടോ? ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കട്ടേന്ന്. കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ. എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു, എന്നെ വന്ന് ഇങ്ങനെ ഞുള്ളിപ്പറിച്ച് എനിക്ക് വേദന എടുക്കും. പക്ഷെ എൻ്റെ മനസ്സിന് എനിക്ക് ഒന്ന് കല്ലാന്ന് തോന്നുന്നു. സോ എനിക്കൊരു വേദനയില്ല, ഒരു ചമ്മലുമില്ല, ഒന്നുമില്ല, ഒരു വികാരം ഈ ഒരു നെഗറ്റീവ് കമൻസ് കൊണ്ടോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ എന്നെ തളർത്താന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും, ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റ വാക്കി പറയാം, രേണു സുധി ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. കാരണം എൻ്റെ മനസ്സ് കല്ലാണ്. സോ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലിയ എനിക്ക് വേദനിക്കും. അതുപോലെ തല്ലാ വരില്ല കേട്ടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ളു, ചത്തുപോകും തല്ലിയ. ഓക്കെ, നെഗറ്റീവ് കമന്റ് അതുപോലെ വിമർശിക്കുന്നവരെയും പുച്ഛമായിട്ട് പുല്ലുപോലെ പറഞ്ഞങ്ങ് വിടുകയാണ് രേണു. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കും. ഞാനൊക്കെ എപ്പോഴും എന്നെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ എന്നെ വിമർശിക്കുന്ന ആൾക്കാരെ അംഗീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്റെ പേഴ്സണൽ ഇൻബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചില ആൾക്കാർ. എടാ നീ പറഞ്ഞത് ശരിയായില്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. അപ്പൊ ഞാനത് ആലോചിക്കുമായിരുന്നു. ചിലപ്പോൾ ശരിയാണല്ലേ എന്നൊക്കെ. നമുക്കും തെറ്റ് പറ്റും. ഇവിടെ ആരും 100% കറക്റ്റ് ആയിട്ടുള്ള വ്യക്തികളില്ല. നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റും, അബദ്ധങ്ങളൊക്കെ പറ്റും. പക്ഷെ നമ്മൾ അത് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് അത് തന്നെ ശരണമെന്ന് പറഞ്ഞ് എനിക്ക് എന്ത് തേങ്ങ വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല. എനിക്ക് പറ്റുന്ന തെറ്റുകൾ എന്നിലേക്ക് ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാനത് തിരുത്താറുണ്ട്. അത് എൻ്റെ ഒരു മാന്യതയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ രേണുവിന്റെ അടുത്തും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുച്ഛിച്ച് തള്ളുന്ന ഈ ഒരു ക്യാരക്ടർ മാറ്റുക. ഡോക്ടർ രവികുമാർ തരേണ്ട പോലെ നല്ല ഒന്നാം തരം മറുപടി തന്നിട്ടുണ്ട്. നന്നാവാൻ പറ്റുമെങ്കിൽ നന്നായിക്കോ, അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും വിമർശനങ്ങൾ വരും. അത് കുറച്ചു കാലം കഴിയുമ്പോൾ ആൾക്കാരും അടുക്കുമ്പോൾ അതങ്ങ് നിർത്തും. പിന്നെ നിങ്ങൾ ഒറ്റപ്പെടും, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാതെ ആകും. നെഗറ്റീവിലൂടെ ഉണ്ടാക്കുന്ന ഫെയിം നെഗറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെയും ബാധിക്കും എന്നുള്ള ഒരു വാസ്തവമായ കാര്യമാണ്. നന്നാവാൻ പറ്റുമെങ്കിൽ നന്നായിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു തേങ്ങയില്ല. ഞാൻ പറയാനുള്ളത് ഇന്നായാലും നാളെ ആയാലും എപ്പോഴായാലും പറഞ്ഞിരിക്കും.